വെളിയത്തുനാട് വെൽഫെയർ അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണവും വെൽഫെയർ ട്രസ്റ്റ് അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും നൽകി യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിദിൻ ഗോപി മാതൃകയായി. അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിനെ പ്രാപിക്കാനും അദ്ദേഹത്തെ സമീപിക്കാനും ആർക്കും ഒരു തടസ്സമുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നടക്കുന്ന ഞങ്ങളെ പോലും മാറ്റി നിർത്തിയാണ് പലപ്പോഴും അദ്ദേഹത്തെ കാണാനായിട്ട് ദൂരെ നിൽക്കുന്നവരെ വിളിച്ചു വരുത്തി അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, അവർക്ക് പരിഹാരം ഉണ്ടാക്കുക, അവർക്ക് ആശ്വാസം കൊടുക്കുക. അതുപോലെ ഒരു നേതാവിനെയാണ് നമുക്ക് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു. പക്ഷെ ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു ഭരണാധികാരി, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും ഇന്ന് സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിദിൻ ഗോപിയുടെ അധ്യക്ഷതയിൽ KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AM അലി സ്വാഗതം ആശംസിച്ചു. ഉച്ചയൂണ് വിതരണത്തിന്റെ ഉദ്ഘാടനം DCC എക്സിക്യൂട്ടീവ് മെമ്പർ അഷ്കർ പനയപ്പള്ളി നിർവഹിച്ചു. അലിക്കയും മറ്റു കോൺഗ്രസിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ നല്ലപോലെ അറിയാം. ഒരു കാര്യം അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞാൽ, ഫോണിലൂടെ നേരിട്ട് പറഞ്ഞാൽ അദ്ദേഹം ആ കാര്യം നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും നടത്തിത്തരുന്ന ശീലമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാരിൽ ഇത്രയും നല്ലൊരു രാഷ്ട്രീയക്കാരൻ ഉണ്ടാവുമെന്ന് പലരും നമ്മളോട് ചോദിച്ചു പോകും. ഇന്നും ഞാനൊരു കടയിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഇദ്ദേഹം നമ്മുടെ മരിച്ചുപോയ മുഖ്യമന്ത്രിയല്ലേ? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും വലിയ ഒരു വലങ്കൈയായി പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ അവസാന വർഷങ്ങളിലൊക്കെ കഴിയുമ്പോൾ 8 or 10 തവണ ബാംഗ്ലൂരിൽ പോയി 1-2 ദിവസം അതിവിടെ ചെലവഴിച്ച് അദ്ദേഹത്തെ അത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് KPCCയുടെ സമാരാധനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൊല്ലം ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റിയാസും നിയോജകമണ്ഡലം പ്രസിഡന്റ് റിയാസും നിഷാദുമെല്ലാം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു തോന്നുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതിനുള്ളിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് അച്ഛന്മാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് അവരെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനുള്ളിൽ കയറി വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സാറിൻ്റെ ഈ 2ാം വാർഷികത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്തേണ്ട ഏറ്റവും നല്ല ഒരു സ്ഥലം ഇതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പുളിക്കായത്ത്, കളമശ്ശേരി മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷൻ AK നിഷാദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ EM അബ്ദുൽ സലാം, TA മുജീബ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ഗോപി, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സൂസൻ വർഗീസ്, KM ലൈജു, റഷീദ് കൊടിയൻ, മോഹനൻ കുന്നത്ത്, ഫ്രാൻസിസ് പഞ്ഞിക്കാരൻ, അഷ്റഫ് അരീക്കോടത്ത്, AN ഉണ്ണികൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാറ റഹീം, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അബ്ദുള്ള വയലക്കാട്ട്, MA ബദർ, നവരംഗ്, ഫാറൂഖ്, സാബു കണ്ണംകുളം, ഗാന്ധി ദർശൻ വേദി ബ്ലോക്ക് ചെയർമാൻ രേണുക സുനിൽ, ബുഷറ, ശ്രീലത ചന്ദ്രൻ, മൻസൂർ, ദീപു തുടങ്ങിയവർ പ്രസംഗിച്ചു. 2011 നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രിയായി കടന്നു വരുന്നത്. അന്നു മുതൽ ഞങ്ങൾക്ക് പൈസ കൂട്ടി ഞങ്ങൾ 2015 ഞങ്ങൾ ഇറങ്ങുമ്പോൾ 3500 രൂപയും ആ ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി സാറ്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് അത് 7000 രൂപയായി നിജപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ ബഡ്ജറ്റ് പാസ്സാക്കിയത്.
അത് ഇന്ന് ഇപ്പോൾ അവർ ഈ 10 വർഷം അവർ ഭരിച്ചിട്ട് 1000 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കേരളത്തിൽ ഒരു അദാലത്ത് നടത്തി ആയിരങ്ങൾ 10,000 പങ്കെടുത്ത് എറണാകുളം കളക്ടറേറ്റിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട, കേരളം കണ്ട ഏറ്റവും മികവ് നമുക്ക് കണക്കാവുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ നമുക്ക് പറയാം. അതുപോലെ അദ്ദേഹം ആരും കയറി അദ്ദേഹത്തിനെ കാണുന്നതിന് അദ്ദേഹം ഒരു അതിരുകളൊന്നുമില്ല. നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് പാതിരാത്രിയിലും. ഈ വൈകിയ വേളയിൽ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ നിതിൻ ഗോപിയുടെ നേതൃത്വത്തിൽ ഇവിടെ അടുത്തുള്ള ഇതുപോലൊരു സ്ഥാപനത്തിൽ അവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിക്കൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടായിരുന്നു.